ഹരി ഓം. ദശകം 71, ശ്ലോകം 9. സചോരപാലായിതവല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാപി ദധേ ശിലാഭിസ്ത്വയാ ജബുദ്ധ്വാ പരിമർദ്ദിതോഭൂത്. സഹ ചോരപാലായിതവല്ലവേഷു സചോരപാലായിതവല്ലവേഷു ചോരായിതഃ ചോരായിതോ ഗോപ ശിശൂൻ പശൂൻ ച പശൂംശ്ച പശൂൻ ച പശൂംശ്ച ചോരായിതോ ഗോപശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാ പിദധേ ശിലാഭിഃ ത്വയാ ച ബുദ്ധ്വാ പരിമർദ്ദിതഃ അഭൂത് പരിമർദ്ദിതോഭൂത് പരിമർദ്ദിതഃ അഭൂത് പരിമർദ്ദിതോഭൂത് ഗുഹാസു കൃത്വാ പിദധേ ശിലാഭിസ്ത്വയാ ച ബുദ്ധ്വാ പരിമർദ്ദിതോഭൂത്. സചോരപാലായിതവല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാ പിദധേ ശിലാഭിസ്ത്വയാ ച ബുദ്ധ്വാ പരിമർദ്ദിതോഭൂത്. ശ്ലോകം 9 അന്വയവും അർത്ഥവും. അപ്പോൾ ഈ വ്യോമാസുരൻ ആ ഗോപവേഷത്തിൽ ഗോപന്മാരുടെ കൂട്ടത്തിൽ വന്നു ചേർന്നിട്ട് അവരുടെ ആ കളിയിൽ ആ കള്ളന്മാരുടെ കൂട്ടത്തിലാണ് കൂടിയത്. എന്നുവെച്ചാൽ കള്ളനും കാവൽക്കാരുമായിട്ട് കളിക്കുകയായിരുന്നല്ലോ. അപ്പം അങ്ങനെ ആ കളിക്കുന്നതിൽ കള്ളന്മാരുടെ കൂട്ടത്തിലാണ് കൂടിയത്. സഹ ചോരപാലായിതവല്ലവേഷു ചോരായിതഃ ഗോപശിശൂൻ പശൂൻ ച ഗുഹാസു കൃത്വാ ശിലാഭിഃ പിദധേ ത്വയാ ബുദ്ധ്വാ പരിമർദ്ദിതഃ ച അഭൂത്. സഹ ആ വ്യോമാസുരൻ, സഹ എന്ന് പറഞ്ഞാൽ ആ വ്യോമാസുരൻ, ചോരപാലായിതവല്ലവേഷു കള്ളന്മാരും കാവൽക്കാരുമായ ഗോപന്മാരിൽ കുറേ പേര് കള്ളന്മാരും കുറേ പേര് കാവൽക്കാരും, അങ്ങനെ കള്ളന്മാരും കാവൽക്കാരുമായ ഗോപന്മാരിൽ ചോരായിതഃ കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേർന്നിട്ട് ഗോപശിശൂൻ പശൂൻ ച ഗോപശിശൂൻ ആ ഗോപബാലന്മാരെയും പശൂൻ ച പശുക്കളെയും ഗുഹാസ് കൃത്വ ഗുഹകളിലാക്കി ശിലാഭിഃ പിദധേ വലിയ ആ പാറക്കല്ലുകൊണ്ട് അങ്ങ് അടച്ചു വെച്ചു. ആ ഗുഹയുടെ ആ മുഖം അങ്ങ് അടച്ചു വെച്ചു. അതാണ് ഗോപശിശൂൻ പശൂൻ ച ഗോപബാലന്മാരെയും പശുക്കളെയും ഗുഹാസ് കൃത്വ ഗുഹകളിലാക്കി ശിലാഭിഃ പിദധേ കല്ലുകൾ കൊണ്ട് അടച്ചു വെച്ചു. ത്വയാ ബുദ്ധ്വാ പരിമർദ്ദിതഃ ച അഭൂത്. ത്വയാ നിന്തിരുവടി ബുദ്ധ്വാ അറിഞ്ഞിട്ട് പരിമർദ്ദിതഃ ച അഭൂത് അവനെ വധിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് എന്തെങ്കിലും തരത്തിൽ അവനൊരു ദ്രോഹം ചെയ്യണേ, എന്നാലല്ലേ എനിക്ക് എൻ്റെ പണി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വിചാരത്തിലാണ് ഭഗവാൻ ഇരുന്നത്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഭഗവാന് മനസ്സിലായല്ലോ ഇവൻ ഇതിനകത്ത് വന്നു കൂടിയിരിക്കുന്നത് ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ കുറേ ഗോപന്മാരെയും പശുക്കളെയും ആ ഗുഹയിലിട്ട് അടച്ച് കൊല്ലാനാണ് ഇവൻ്റെ ഭാവം. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഗുഹയിലിട്ട് അടച്ച് കല്ലുകൊണ്ട് അടച്ചു വെച്ചത്. അപ്പോൾ ഭഗവാൻ ഇതറിഞ്ഞിട്ട് അവനെ പിടിച്ച് വീഴ്ത്തി ഇടിച്ച് കൊന്ന് ആ ഗുഹകളിൽ നിന്നും ആ ഗോപബാലന്മാരെയും പശുക്കളെയൊക്കെ മോചിപ്പിച്ചു. അപ്പോൾ ആ ഗോപകുമാര വേഷത്തിൽ ആ വ്യോമാസുരൻ കള്ളനായിട്ട് അഭിനയിച്ച് ആ ഗോപകുമാരന്മാരെയും പശുക്കളെയും ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി ആ പർവ്വതങ്ങളുടെ ആ ഇടയിലുള്ള ആ ഗുഹകളിലിട്ട് വലിയ പാറക്കല്ലുകൊണ്ട് ആ ഗുഹകളുടെ മുഖമൊക്കെ അടച്ചു വെച്ചു. ആ ഗുഹാമുഖം അടച്ചു വെച്ചു. എന്നിട്ട് ഈ വൃത്താന്തം അറിഞ്ഞ ഭഗവാൻ അവനെ വധിക്കുകയും ചെയ്തു. സചോരപാലായിതവല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാ പിദധേ ശിലാഭിസ്ത്വയാ ച ബുദ്ധ്വാ പരിമർദ്ദിതോഭൂത്.